അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കശ്മീരിലാണ്. ഇന്ന് 30-ാം തീയതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി എപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ 2 വണ്ടികളുണ്ട്. ഒരു വണ്ടി പോയി, നമ്മളെ സുഹൃത്തുക്കളിവിടെ ഉണ്ട്. ഹായ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ കശ്മീർ ലോക്കൽ വിസിറ്റ്, അതായത് ഹസ്രത്ത് ബൽ ദർഗ, ചഷ്മ ഷഹി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കണ്ടിട്ട് നമ്മൾ നേരെ ദൂദ്പത്രിക്ക് പോവാണ്. നമ്മളെ പ്ലാന് സോനമർഗിലേക്കായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് പോവേണ്ടിയിരുന്നത് സോനമർഗിലേക്കാണ്. പക്ഷേ സോനമർഗിൽ അവലാഞ്ചി സംഭവിച്ചത് കൊണ്ട് നിങ്ങൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നേരെ അങ്ങോട്ട് പോയില്ല. കാരണം സേഫുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. കാരണം ഫാമിലി നമ്മളെ കൂടെ ഉള്ളത്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇനി ഹസ്രത്ത് ബൽ ദർഗ കാണാൻ പോകും. ഹസ്രത്ത് ബൽ ദർഗ കണ്ടിട്ട് അവിടെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ കശ്മീരി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചഷ്മ ഷഹി പോകും. ചഷ്മ ഷഹിയിലെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. അന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ദൂദ്പത്രി പോകും. ദൂദ്പത്രി എന്ന് പറഞ്ഞാൽ റാസി സിനിമ, അതായത് ആലിയ ഭട്ടും വിക്കി കൗശലൊക്കെ തകർത്ത് അഭിനയിച്ച റാസി എന്ന സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അടിപൊളി സ്ഥലമാണ് ദൂദ്പത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസിൽ ഒന്നാണ് കശ്മീരിൽ. നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെയുള്ള കാഴ്ചകളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പോവാണ്. സെറ്റല്ലേ? എല്ലാവരും സെറ്റല്ലേ? ഓയ് ഓയ് ഹായ് ബോലോ. അപ്പോൾ നമ്മളെ സ്പൾബർ ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം ഹസ്രത്ത് ബൽ ദർഗ പോവും, എന്നിട്ട് പിന്നെ നമ്മൾ ദൂദ്പത്രി പോവും. ഓക്കെ. അപ്പോൾ ഇതാണ് കശ്മീരി ടൗണ്. അപ്പോൾ ഞാൻ കുടുക്ക കാണിച്ചിട്ടുണ്ടല്ലോ, അതായത് ബർത്തൻ, പാത്രം, അത് കൊടുത്ത ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കശ്മീരിലെ ഒരു വിദൂര ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടോളി. സത്യത്തിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. അതായത് ഈ ഒരു ഏരിയ, അതായത് ശ്രീനഗറിൽ നിന്ന് സോനമർഗിലേക്ക് പോകുന്ന ഏരിയയാണ്. അതായത് നമ്മളിപ്പോൾ പോകുന്നത് ഹസ്രത്ത് ബൽ ദർഗയിലേക്കാണ്. സത്യം പറഞ്ഞാലോ ഭയങ്കര ബ്യൂട്ടിയാണ്. ക്യാമറ കൊണ്ട് ഇത് ശരിക്കും അതിൻ്റെ ഗ്രീനറി കിട്ടില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഗ്രീനറി ഉണ്ട്, പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ തെളിർത്ത് വരുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്താണ് കശ്മീരി NIT ഉള്ളത്, ശ്രീനഗർ NIT ഉള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണോ. ഇതാണ് കശ്മീരിലെ ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT. ഹസ്രത്ത് ബൽ ദർഗ റോട്ടിലാണ്, ഹസ്രത്ത് ബൽ ദർഗൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, ഹസ്രത്ത് ബൽ ദർഗയിലെത്തി. ഇതിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ഡാൽ ലേക്കിൻ്റെ പല ഭാഗത്തു നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ പോയി കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഉണ്ട്, അതായത് ടേണിംഗ് ഉണ്ട്. ആ ടേണിങ് തിരിയാതെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബസ്സൊക്കെ നിർത്തി ആ സൈഡിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ടെമ്പോ ട്രാവൽ നിർത്തിയത് നമ്മളെ വണ്ടി തന്നെയാണ്. നമ്മളെ ആളുകളാണ് നിൽക്കുന്നത്, മൻസൂറും സംഘവുമാണ് നിൽക്കുന്നത്. മൻസൂറിൻ്റെ കാരണവലിനെയാണ്. അപ്പോൾ ഓരാണ് നിൽക്കുന്നത്. ഓക്കെ. ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് പാർക്കിങ് ചെയ്യാം നേരെ. അതായത് ഇവിടെ ചില സമയങ്ങളിൽ ഫെസ്റ്റീവ് സീസൺ അല്ലെങ്കിൽ റിലീജിയസ് സീസണിലൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര തിരക്കാവട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഇതേപോലെ പ്രാക്കൾ ഇഷ്ടംപോലെ ഉണ്ടാവും. നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാവരും ഹസ്രത്ത് ബൽ ദർഗയിൽ ഇറങ്ങി. നമ്മൾ വന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ. സെറ്റല്ലേ? എന്നാ വായോ ഇവിടെ വാ. അപ്പോൾ നമ്മൾ നേരെ ഹസ്രത്ത് ബൽ ദർഗ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ മറ്റേ വണ്ടിക്കാരവിടെ വരുന്നുണ്ട്, മൻസൂറും സംഘവും. നമ്മളെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ ഇവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ ആണോ, ഇതാണ് കറക്റ്റ് ഒരു പക്കാ ഒരു കശ്മീരി ഫീൽ നമുക്കിവിടെ കിട്ടും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എടുക്കാം. പക്ഷെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാക്ക പ്രാവ് അപ്പിട്ട് കഴിഞ്ഞാൽ ആകെ പിടുത്തം വിടും. ഓക്കെ. എന്തോ എഴുതിച്ചിട്ടുണ്ട്, പട്ടാൾക്കാരിവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എണ്ണ സമയത്ത് ഇങ്ങനെ പള്ളിക്ക് വല്ല സ്വതക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തായാലും തല മറക്കണം. ഈ ഹസ്രത്ത് ബൽ ദർഗ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഒരു മുടി ഇവിടെ ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് പറയപ്പെടുന്നത്. വിശ്വസിക്കേണ്ട ആളുകൾക്ക് വിശ്വസിക്കാം. മുഹമ്മദ് നബിയുടെ ഒരു മുടി ഇവിടെ ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് പറയപ്പെടുന്നത്. 1000 വർഷങ്ങൾക്ക് മുന്നേ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മുഹമ്മദോ എന്ന ഒരാൾ കൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. സ്ത്രീകൾ എന്ത് ചെയ്യുക, തല മറക്കണം. നമ്മളെ അമ്പുക്ക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുണ്ട്. ഇത് അമ്പുക്കാൻ്റെ പെങ്ങന്മാരാണ്, അളിയന്മാരാണ്, മക്കൾസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ നേരെ ഇതിനുള്ളിലേക്ക് പോകാം. പിന്നെ ഇത്തരം ഐറ്റംസ് ഇതിനുള്ളിൽ പ്രൊഹിബിറ്റഡ് ആണ്. പടക്കങ്ങൾ, ആയുധങ്ങൾ, അതുപോലെ തന്നെ അമ്യൂണിഷൻ, നൈഫ്സ്, റാസർ ബ്ലേഡ്, ഷാർപ്പ് ഒബ്ജക്ട്സ്, ഇത്രയും കാര്യങ്ങളിവിടെ എന്താണ് ബാനാണ്. ഓക്കെ, ഇനിയിപ്പോൾ അവരൊക്കെ ഇങ്ങനെ വരിക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ കണ്ടോളി, അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ലൊരു വൈബാണ്. പ്രാക്കളുണ്ട്. ഓക്കെ, നമ്മൾ റാഫിക്ക ഫാമിലി, ഇത് തൃശ്ശൂർക്കാരാണ്. ഇവർ കോട്ടയംകാരാണ്. ഫർസാന ഫാമിലി, ഫർസാന അസ്ലം, പിന്നെ അഫീഫ്, അതുപോലെ തന്നെ നമ്മുടെ ഫായിസ് ബ്രോൻ്റെ വൈഫ് നമീറ, ഫസീലത്ത, പിന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഹാദ നഫർ ജദീദ് മിൻ സൗദി അറേബ്യ, നമ്മുടെ തസ്ലീം ബ്രോയും മനീഷയും നവദമ്പതികൾ, പിന്നെ നമ്മുടെ അടുത്തത് വരുന്നത് നമ്മളെ മൻസൂറും സംഘവും, ഷവാബിൻ്റെ സഹധർമ്മിണി ഷാനിബ, പിറകിൽ പച്ച നിറത്തിലുള്ള ഡ്രസ്സുമായിട്ട് കാണുന്നത് നമ്മുടെ സഫുവാനും സഹധർമ്മിണി ദിയയും, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ സിയാദിക്ക് അവിടെ ഉണ്ട്. സിയാദിക്ക 2 വാക്ക് സംസാരിക്കൂ. സെറ്റല്ലേ? ഓക്കെ. ഏയ് എന്നാ വായോ, അകത്തേക്ക് വേട്ടോ. ഓയ്, അപ്പം നേരെ അകത്തേക്ക് കയറുന്ന സമയത്ത് കുറേ സാധനങ്ങൾ പ്രൊഹിബിറ്റഡ് ആണ്. നമ്മൾ ഇതിലെടുത്തു പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ചെരുപ്പ് അകത്ത്, ഇത് ആദ്യം ഇവിടെ ചെരുപ്പ് ഊരിലുണ്ടായില്ല, ഇതിപ്പോൾ ഒന്നാണ് ചെരുപ്പ് ഊരിൽ. ചെരുപ്പ് ഊരിയിട്ട് കയ്യിൽ വെക്കട്ടോ. കയ്യിൽ വെച്ചിട്ട് ചെരുപ്പ് ഊരുക, കയ്യിൽ വെക്കുക. ചെരുപ്പ് ഊരിയിട്ട് കയ്യിൽ വെക്കുക. എന്നിട്ട് നമുക്ക് അപ്പുറത്ത് ഇടാം, അപ്പുറത്ത് പോയി ചെരുപ്പ് ഇടാം. ചെരുപ്പ് ഊരിയിട്ട് കയ്യിൽ വെക്കട്ടോ. പറ്റൂ. ഉള്ളിലേക്കോ? ചെരുപ്പ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് പോയി ഇറങ്ങാം. അപ്പോൾ ഇവിടെ ഇതാണ് ഹസ്രത്ത് ബൽ ദർഗ. ഓക്കെ, ഈ ചെരുപ്പ് ഒന്ന് അങ്ങോട്ട് വെച്ചാണ്. ഓക്കെ, നമ്മൾ ചെരുപ്പ് കയ്യിൽ വെക്കുക, എന്നിട്ട് ഇതിലെങ്ങനെ ഇറങ്ങിയാൽ മതി കേട്ടോ. ഇതാണ് ഹസ്രത്ത് ബൽ ദർഗൻ്റെ മസ്ജിദ്. ഓക്കെ, അസ്സലാമു അലൈക്കും. വർഷത്തിൽ 10 ദിവസമാണ് ഇത്. ഈ ഒരു ബാൽ, ഒരു മുടി, കേശം, തിരുകേശം പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹസ്രത്ത് ബൽ ദർഗൻ്റെ അകത്തുള്ളത്. ഇവിടെയുള്ള കാര്യങ്ങൾ വർഷത്തിൽ 10 ദിവസമാണ് ഇത് ഓപ്പൺ ആവുക. ഞാൻ കുറച്ച് അപ്പോൾ വർഷത്തിൽ 10 ദിവസമാണ് ഇത് ഓപ്പൺ ആവുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ ഗംഭീര കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇട്ടു. ഇതിൻ്റെ മുന്നിലുള്ള ഗംഭീര കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ, കശ്മീരിൽ നിങ്ങൾ സമ്മർ എങ്ങനെ ആഗ്രഹിച്ചു വരുന്നോ, അതായത് നമുക്ക് കശ്മീർ പറയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എന്നുള്ള രൂപത്തിലൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ. കറക്റ്റ് അതേ രൂപത്തിലുള്ള, നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോയിട്ടില്ല, പോവും ഇൻഷാ അല്ലാഹ്. പക്ഷേ അതേപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ, എങ്ങും അടിപൊളിയായിട്ടുള്ള ഗ്രീനറി. ഇവിടെ മിനാരുണ്ട്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന റോഡുണ്ടല്ലോ, കണ്ടോ, ഇതാണ് 4 ഷോർ റോഡ്. ആ റോഡിലൂടെ എവിടെ പോയി കഴിഞ്ഞാലും അപ്പുറമൊക്കെ കശ്മീരിൻ്റെ ഡാൽ ലേക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നിലുള്ളതും ഡാൽ ലേക്കാണ്. നമ്മളെ യൂസുഫ് ക വരുന്നുണ്ട്. യൂസുഫ് ക അമൽ നീരദിൻ്റെ ഡ്യൂപ്പാണ്. അമൽ നീരദ് സെറ്റല്ലേ? അടുത്ത പടം ഏതാ? ഏതാണ്? സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് എല്ലാം സെറ്റാ.
അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങൾ സമ്മറിൽ വരുന്ന സമയത്ത് ഈ മരങ്ങളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയാണ്ട് ആ രീതിയിലാവും. പക്ഷെ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ബ്യൂട്ടി ഉണ്ട്. നിങ്ങൾ ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം സമ്മറിലുണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ഉണങ്ങിയ മരങ്ങളാകാരം. അതുപോലെ ഇതിന്മേൽ രാത്രി ഒരു വൈകുന്നേരമൊക്കെ ചെറിയ കിളികളുണ്ടാവും. അബാബിയിൽ പോലത്തെ ചെറിയ കിളികൾ ഭയങ്കര സൗണ്ടായിരിക്കും. അതേപോലത്തെ കിളികളുണ്ടാവും. ഇവിടെ വന്ന സൗണ്ട് കേൾക്കില്ല, അത് ഇത്തരത്തിലുള്ള പൂത്താങ്കിരികളാണ് ഉണ്ടാക്കല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹസ്രത്ത് ബൽ ദർഗൻ്റെ മുന്നിലുള്ള ഇത്. അടിപൊളിയാ. അരി ഇല്ലല്ല, അവർ വിളിക്കണം. നിന്നോ ഓണല്ലേ. നമ്മൾ സുഹൃത്തുക്കളെ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഫോട്ടോസ് എടുക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചിയറേ റെഡി. പല്ല് പുറത്ത് വേണം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചിയറ. ഓക്കെ, ഡൺ. അടുത്ത ഫാമിലി അടുക്ക കൊളയിക്കണം. ഒന്നുകൂടെ കണ്ണുമ്പല്ലേ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ വരുന്നത് സുഹൃത്തുക്കൾ. റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഡൺ. അടുത്ത ഫാമിലി നിൽക്കി. കപ്പിൾസ് നോളി. റെഡി 1 2 3. അഫ്രമോൾ ഇങ്ങോട്ട് വാ. ആ, കുറച്ചിങ്ങോട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതൊരു മാസ്റ്റർ പീസ് പോസ്റ്റാണ്. അതുകൊണ്ട് ഇത്തേക്ക് രണ്ട് പേരും. റെഡി 1. അതെ, റെഡി 1 2 3 റെഡി 1 2 3 ശരി. ഇഞ്ചി. ഓക്കെ, ഡൺ. അടുത്ത ഫാമിലി. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത ഫോട്ടോസ് സുഹൃത്തുക്കളെ. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. ഈ എങ്ങനെ കാണിച്ചു കൊടുത്താൽ ഞാൻ അങ്ങനെ സംസാരിക്കും. മൈക്ക് എവിടെയാണ്? സെറ്റാണ്. അതായത് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇത് ഹസ്രത്ത് ബൽ ദർഗൻ്റെ അടുത്തുള്ളതാണ്. ഇതും ഡാൽ ലേക്കിൻ്റെ ഭാഗമാണ്. കിഡിലം വ്യൂ ആണ് കേട്ടോ. അത് ആ മിഡിൽ കാണുന്നുണ്ടോ? അത് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ ആ മിഡിൽ കാണുന്ന സാധനം ഉണ്ടാവും. നമ്മൾ പഴയ കലണ്ടറിലൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ പഴയ വീടുകളിലുള്ള കലണ്ടറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഇതാണ് ചാർച്ചിനാരി എന്ന് പറയുന്നത്. ഓക്കെ, ചാർച്ചിനാരി. ഇവിടെ വരുന്ന സമയത്ത് കുട്ടികളൊന്നും വെള്ളത്തിൽ ഇറങ്ങാതെ സൂക്ഷിക്കുക. വേസ്റ്റാണ്, ബാത്റൂം വേസ്റ്റൊക്കെ ഉള്ള ഇതാണ്. പിന്നുള്ളത് നമുക്ക് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഇതേപോലെ ഗ്രീനറി കാണാൻ പറ്റും. ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ഇതേപോലെ ശിക്കാര ഇവിടെയുണ്ട്. ചൂണ്ടിലിടേണ്ട ആളുകൾ ചൂണ്ടിലിടുന്നുണ്ട്. മീൻ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ യാത്ര വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തരുമോ അറിയോ? അപ്പോൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ സക്സസ് ആണ് എല്ലായ്പ്പോഴും. കാരണം തരുമോ, ഇതിപ്പോൾ ഒരുപാട് ആൾ എന്തിനാ നിൽക്കുകയാണെന്നറിയോ? എന്തിനാണ് അത് ഗസ് ചെയ്ത് നോക്കി. അതെ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പ് ഫോട്ടോ. ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ ഓരോരുത്തർ ചെറിയ കുട്ടികളെ അവരിങ്ങനെ വിളിച്ച് പോരണം. അപ്പുറത്ത് വേറെ കുറേ ആൾക്കുണ്ട്. എന്ത് ചെയ്തു നമ്മൾ ഷവാബും വാ എല്ലാവരും വന്നിട്ട് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു കിഡിലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. ഓക്കെ, അൻവർ ക ഫാമിലി ഇവിടെ ഉണ്ട്, യൂസുഫ് ക ഫാമിലി, സിയാദ് ക ഫാമിലി, പിന്നെ ബാക്കി നമ്മൾ ഓരോ ഇണക്കുരുവികളിവിടെ ഉണ്ട്. നൂർത്ത ആൻഡ് റാഫിക്ക ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, എല്ലാവരും എത്തിയോ? നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ്. ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ VOYAGER ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. നമ്മളെ ഈ ലോഗോൻ്റെ കളറിലാണ്. പിന്നെ GRGAM പിന്നെ ഒരു _ ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ട് ആളുകൾ. അതായത് ഈ ഒരു ഡ്രസ്സാണ് കശ്മീരി ഫാരൻ. ഓക്കെ, ഇത് തണുപ്പിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ കാങ്ക്രി കിസിക്ക് പാസ് ഇതാണ് കാങ്ക്രി. കാങ്ക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതെന്ത് ചെയ്യും? അതെ, ഈ ഫാരൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഇവരിവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇത് ചൂടാണ്. അതായത് സാധാ വെണ്ണീറാണ്. വെണ്ണീറും അതുപോലെ തീയാണ് മരക്കഷ്ണങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യും? അത് ചൂടാക്കി. ഓക്കെ,
പിന്നെ ഒരു ഫോട്ടോ എടുത്തോ. അപ്പോൾ ഇങ്ങനെയാണ് ഓക്കെയാണ്. നാം ക്യാ ആപ്കാ? അബ്ദുറഷീദ്. നിക്ക് നാം അൻമല്ലേ അബ്ദുറഹീം നാരായണ അഹമ്മദ് ഗുൽസാർ അഹമ്മദ് गुलजार अहमद गुला अहमद मैम ഷഫീഖ് അലി ഇൻഷാല്ലാ. ठीक है. അപ്പോൾ ഇതാണ് നമ്മുടെ കശ്മീരിയിലെ ഹസ്രത്ത് ബൽ ദർഗ. പിന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇപ്പോൾ ഈ ലേഡി എടുക്കുന്ന രീതിയിലുള്ള അടിപൊളി ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഡേറ്റ് ലൈറ്റിൽ വരാം. ഇനി നിങ്ങൾ പാക്കേജിലൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഓരോ സമയത്തോളം നൈറ്റിൽ ചിലപ്പോൾ വരാൻ പറ്റുള്ളൂ. പിന്നെ ക്ലൈമറ്റിനനുസരിച്ച് ഇങ്ങനെ മാറും ഇവിടെ. ഓക്കെ, അടിപൊളിയായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഹസ്രത്ത് ബൽ ദർഗയിലെ കാഴ്ചകൾ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അടുത്ത ലൊക്കേഷൻ പിടിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും കാണിട്ടോ, സെറ്റാക്കി കമൻറ്റൊക്കെ നേടി ജസ്റ്റ് ഒന്ന് ലൈക്കൊക്കെ അടിക്കും, ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് മടങ്ങാണ്. നേരെ ഇനി നമ്മൾ അടുത്തൊരു ഗാർഡനിലേക്ക് പോകണം. ഓക്കെ, അവിടുന്ന് കശ്മീരി ഡ്രസ്സൊക്കെ എടുത്തുള്ള ഫോട്ടോസ് കാര്യം എടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ വരുന്ന സമയത്ത് ഇതേപോലുള്ള ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു സാധനം കൂടി കാണിച്ചു തരാം, കശ്മീരി ലോക്കൽ സംഭവങ്ങൾ. ഭയ്യേക്കാ ദാൽ കശ്മീരി ലോക്കൽ വിഭവമാണ്. മീട്ടാ നംകീൻ ഉപ്പ് രുചിയുള്ള സാധനം ഉണ്ടോ? ये कितना है इसका? 10 രൂപ. इसका नाम क्या? രാജ്മ ദാൽ. നമ്മുടെ വൻപയറുണ്ടല്ലോ, വൻപയറിൻ്റെ സാധനം കേട്ടോ. അതിങ്ങനെ ചൂടാക്കിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറേ സാധനങ്ങളാണ് ഇതേപോലെയുള്ള പൊരി ഐറ്റംസ്. ഇതൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ കാണാനുള്ള ഭംഗിയുണ്ട്. നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. ഇതാണ് ഹൽവ പൊറോട്ട. വലിയ ഈ ചെമ്പ് ഇത് നിറച്ച ഇതിലുണ്ടാവും. എന്നിട്ട് അതിൽ ചുട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഹൽവ പൊറോട്ട കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. പിന്നുള്ളത് ഇതാണ് ലോട്ടസ്, അതായത് താമരൻ്റെ തണ്ടാണിത്. ഓക്കെ, താമര തണ്ട്. ഇതുള്ളത് നമ്മളെ കിഴങ്ങ്. ഇത് സാധാരണ നമ്മളെ പട്ടാണിക്കടല. ഓക്കെ, ഇത് പിന്നെ ജിലേബി ഐറ്റംസ്. പിന്നെ ഇവിടെ വീണ്ടും ഇത് കിഴങ്ങാണ്. ഈ സാധനം നല്ല രസമുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ പാൽ കേക്ക്. ഇത് പാലിൽ കലക്കി കുടിക്കണം, പാലിലിട്ടിട്ട് കുടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. കഴിച്ചേ? അപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബ്രോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിൽ വേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യുക, വേണ്ട ആളുകൾ പർച്ചേസ് ചെയ്യുക, കഴിക്കുക. പിന്നെ ക്വാളിറ്റി എപ്പോഴും ചെക്ക് ചെയ്യുക, കാരണം ക്വാളിറ്റീസ് മാറ്റുക, അതർവൈസ് അത് സ്റ്റൊമക്ക് വിൽ ബി സ്പോയിൽഡ്. അപ്പോൾ ഇങ്ങനെ നമ്മളിനി ഹസ്രത്ത് ബൽ ദർഗ കണ്ടിട്ട് ഇനി നമ്മൾ നേരെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകണം. ചഷ്മ ഷാഹി ബോട്ടാണിക്കൽ ഗാർഡൻ രണ്ടും അടുത്തടുത്ത് രണ്ടും ഓരോ ഗാർഡൻസാണ്. ഈ ഒരു സമയത്ത് നല്ല ബ്യൂട്ടിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഇരു സൈഡുകളിലും ലാൽ ലേക്ക് ഉണ്ട്. നമ്മൾ കാശ്മീരിൽ ബോട്ടാണിക്കൽ ഗാർഡനിലെത്തി. ബോട്ടാണിക്കൽ ഗാർഡൻ ചഷ്മ ഷാഹി ഇത് രണ്ടും അടുത്താണ്, ശ്രീനഗർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ചാർജ് 24 രൂപയാണ് അഡൽട്ടിന്. സ്റ്റുഡൻസിന്, അതായത് കുട്ടികൾക്ക് വരുന്നത് 12 രൂപയാണ്. ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിന്ന് ഏപ്രിൽ 30, 2024 കംപ്ലീറ്റ് ഇതേപോലെ അടിപൊളി ഗ്രീനറി ഉണ്ട്. ഇത് ബോട്ടാണിക്കൽ ഗാർഡനാണ്. പക്ഷേ നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലുള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ആംബിയൻസ് അല്ല ഇവിടെ കണ്ടോ. ചുറ്റും ഇതേപോലെ അടിപൊളി പർവ്വതങ്ങൾ. ഇവിടെ മഞ്ഞുമല ഉണ്ട് കണ്ടോ, മഞ്ഞുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യയിൽ നിന്നുള്ള പല ആളുകൾ ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് എങ്ങും ഗ്രീനറിയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് അടിപൊളിയായിട്ട് കശ്മീരി ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഏറ്റവും ബെറ്റർ നിങ്ങൾ ചെയ്യേണ്ടത് കശ്മീരിൽ വരുന്ന സമയത്ത് ഒറ്റക്കൊക്കെ ആണെങ്കിൽ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആപ്റ്റ് സ്ഥലം ഇതാണ്. ബാക്കിയുള്ള നിഷാദ് ഗാർഡനോ ബാക്കി സ്ഥലങ്ങളൊക്കെ പോയാലും എടുക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ പറയും. ഇതാകുമ്പോൾ ഇവിടെ റേറ്റ് പറയും, പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിന് വെറും ഡ്രസ്സ് മാത്രമൊക്കെ എടുക്കാൻ പറ്റും ഇവിടുന്ന്. ഓക്കെ, ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് നമുക്ക് കിട്ടും. അതായത് അവർ ഫോട്ടോ എടുത്ത് തരും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മെച്ചം ഉണ്ടാവില്ല ഫോട്ടോ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ
ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇവിടെ ആളുകളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 60 രൂപക്കോ 70 രൂപക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെറും അവർ ഡ്രസ്സ് എടുക്കുക, നമ്മളെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് അത്ര റേറ്റ് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ആളുകൾ കൂടുതലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് റേറ്റ് കൂടും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 150 രൂപയാണ് ഇതിന് റേറ്റ്. 150 രൂപ. നിങ്ങൾ ഫോട്ടോ എടുക്കണ്ടോ? അല്ല, വെറുതെ ജസ്റ്റ് ഒരു ട്രഡീഷണൽ സാധനം മാത്രമാണ്. അങ്ങനെ പിടിച്ചോ. അപ്പോൾ 150 രൂപയാണ് ഇപ്പോൾ പറയുന്ന റേറ്റ്. ഇതിൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് എങ്ങനെ ചെറിയ കുട്ടിക്കില്ലേ ഇങ്ങനത്തെ ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ടാവും. ഇത് സത്യത്തിൽ കാശ്മീർ ട്രഡീഷണൽ ആണോ എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വസ്ത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഇതേപോലത്തെ വേറെ ഇടുന്ന കണ്ടിട്ടുണ്ട്, ആണുങ്ങൾ ഇതുപോലെ ഇടുന്ന കണ്ടിട്ടില്ല. ആണുങ്ങളുടെ ഡ്രസ്സ് അതായത് ഫാരനാണ് വരിക. ഇപ്പോൾ കുട്ടികളുടെ കുട്ടികളുടെ അതേപോലെ തന്നെ ഈ സംഭവം ഇതിൽ ഉണ്ടോ, ഒരുപാട് ആളുകൾ ഇവിടെ ഇട്ടാണ്. അപ്പോൾ ഓഫ് ചെയ്തിനോ? ഇല്ല ഇല്ല ഇതുണ്ടോ, ഇതാണ് ഡ്രസ്സുകൾ വരിക. ഓരോരോ സെൽഫ് പ്രൊക്ലമൈസേഷൻ എന്നൊക്കെ പറയില്ലേ, സ്വയം പ്രഖ്യാപിത കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സുകളാണിത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ആളുകൾക്ക് നിങ്ങൾ ഫോട്ടോ എടുക്കണ്ടോ? അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ലേക്ക് നിർത്തണോ? നിങ്ങൾ പിന്നെ എടുക്കണ്ടല്ലോ, ലേക്ക് നിർത്തില്ലേ? ഇവിടെ എടുക്കണ്ടോ? നിർത്തോളി. 150 ഒന്ന് സെലക്ട് ചെയ്തോളി. ഓക്കെ, ഞാൻ മറ്റോളം ഇങ്ങോട്ട് പറഞ്ഞേ കേട്ടോ, വേറെ സെറ്റ് ചെയ്തോ. അപ്പോൾ നമ്മളിപ്പം വേറെ കുറേ ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പക്കടോ ഇല്ലല്ലോ, ആളുടെ കഴിയൂല, ഞങ്ങൾ ഫോട്ടോ എടുത്ത് നിൽക്കുക. റെഡി 1 2 3. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടോ, കിഡിലും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, റെഡി 1 2 3. ഇതാരറിയെങ്കിൽ ഇവർ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടോ, ഇവർ രണ്ടുപേരും സിനിമാ നടന്മാരാണ് അല്ലേ? അതെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി ചിരിക്കൂ ഉണ്ടോ, അടിപൊളി ഫോട്ടോ അല്ലേ അത്. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കിടിലം ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പം വേറെ വന്ന ആളുകളുണ്ട്. നിങ്ങൾ ഫോട്ടോസ് എടുത്തോളൂ, ഞാൻ അപ്പോൾ വരാം. ഇതിപ്പോൾ കാശ്മീരിൽ ശരിക്ക് ഇപ്പോൾ നമ്മൾ ഗുൽമർഗിൽ ഇന്നലെ പോയി, അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്, എപ്പിസോഡ് എന്നൊക്കെ. അപ്പോൾ ആ വീഡിയോസിൽ കംപ്ലീറ്റ് സ്നോ, അതായത് ഗുൽമർഗിലും ഇതേ അവസ്ഥയാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ അവിടെ മഞ്ഞ് പെയ്തുകൊണ്ട് എന്ത് ചെയ്തു, കംപ്ലീറ്റ് സ്നോ കാര്യങ്ങളായി. അപ്പോൾ നമ്മളിപ്പം കോട്ടയം ഫാമിലി അവിടെ ഉണ്ട്, ഓരോ കൂടി ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ഇതേപോലെ ഒരുപാട് കപ്പിൾസും ഒരുപാട് ഗിപ്പിൾസും ഒരുപാട് സോളോ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളെ പണി ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക, ആളുകളെ കാശ്മീരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോട്ടറാക്കുക. പക്ഷേ കാശ്മീരല്ല, ഇനി നമ്മൾ മാറ്റി പിടിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ദുബായ്, ഒമാൻ, സൗദി അറേബ്യ. അപ്പോൾ ആ ഒരു പാക്കേജിൽ കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്ര, ഡൽഹി, ആഗ്ര അല്ല, ദുബായ്, ഒമാൻ, സൗദി അറേബ്യ. നമ്മൾ ദുബായി പോവും, ദുബായിൽ നിന്ന് ഒമാൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണും, പിന്നെ ദുബായ്, അബുദാബി കാര്യങ്ങൾ കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടുന്ന് സൗദി അറേബ്യയിൽ റിയാദ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മക്ക, മദീന, അത് കഴിഞ്ഞിട്ട് നേരെ ജിദ്ദയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ അങ്ങ് തിരിക്കും. അങ്ങനത്തെ ഒരു പാക്കേജ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഉംറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പുക്ക് അവിടെ ഉണ്ട്. സെറ്റല്ലേ? ഡബിൾ സെറ്റ്. ഓക്കെ, നല്ല തണുപ്പുണ്ട്. രാവിലെ ടീഷർട്ട് ചെയ്യുന്നു. നീ ഇവരൊക്കെ രാത്രി ഇനി ഫുള്ള് ഇതേപോലെ സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തുണ്ടോ നമ്മൾ പോകുന്ന സ്ഥലം, ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരു ഫോട്ടോക്ക് 150 രൂപ, ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾക്ക് ഫോട്ടോ. അവിടെ എല്ലാവരും എടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എടുക്കാൻ വരാം, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി കേട്ടോ. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ആളുകൾക്ക് ഇവിടെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാണല്ലോ നല്ലൊരു വേറെ ഫീൽ തന്നെയാണ്. കശ്മീരിലെ മനോഹരമായിട്ടുള്ള ബോട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മളുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഗ്രീനറി ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. ഫാമിലി ആയിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വേറൊരു ബ്ലിസ് ഫീൽ ആയിരിക്കും ഇവിടെ. പക്ക ഗ്രാസ് ഗ്രീനറി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന, ശാന്തമായിട്ട് ആംബിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇനി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പോവുക, ഫോട്ടോസ് വീഡിയോസ് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും യാത്രകൾ മനോഹരമാകട്ടെ. ഇവിടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടിക്കറ്റ് ഒരാൾക്ക് 24 രൂപയാണ്. ഇവിടെ കൗണ്ടറിൽ വന്നാൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും.
ഇനി കിഡ്സ് ആണെങ്കിൽ 12 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, ദൂദ്ബത്രി പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത രീതിയിൽ ദൂദ്ബത്രിയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരുടെ യാത്രകൾ മനോഹരമാകട്ടെ.